അപ്പോൾ ഇതാണ് ഹെവി ഓഫ് റോഡ്. ഇതിലാണ് നമ്മളെ ചാലഞ്ച് ഉള്ളത്. 2 കിലോമീറ്റർ ഇറങ്ങിക്കോ. എൻ്റെ അമ്മോ, നല്ല വെയിൽ, ഭയങ്കരമായ റോഡ്, എല്ലാം കൊണ്ട് പെട്ട് പോയിട്ട് സത്യം പറയാലോ എൻ്റെ ലൈഫിൽ എങ്ങനത്തെ ആയിട്ട് പോയിട്ടില്ല. ത്രില്ലിംഗ് ആണ്, റിസ്ക്കും ആണ്, അതേ സമയത്ത് നമുക്ക് രാജ്യം ഇതിൻ്റെ മുകളിൽ നോക്കാൻ പോയി. വാ, എൻ്റെ അമ്മോ, ഇതൊക്കെ റിസ്ക്കുള്ള ഫാക്ടറാണ്, ചെയ്യാൻ പാടില്ല. അപ്പോ എന്താ സുഖം, നല്ല തണുപ്പ് കേട്ടോ, രക്ഷയില്ല, അടിപൊളി, സൂപ്പർ ഫീല്. നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് ചെയ്യാം. ഇത് ഓപ്പറേഷൻ ട്രിവാൻഡ്രം നമ്പർ 2 ആണ് ചെയ്യാൻ പോകുന്നത്. വ്ളോഗ് നമ്പർ 2 ആണ്. ഇത് ഓപ്പറേഷൻ ട്രിവാൻഡ്രം വരില്ല, കാരണം നമ്മൾ പോകുന്ന സ്ഥലം തമിഴ്നാട് റൂട്ടാണ്. കോതയാർ എന്ന് പറയും. അത് ട്രിവാൻഡ്രത്തിന് നിയറസ്റ്റ് പ്ലേസ് ആണ്. കുഴപ്പമില്ല, അത് ഇരിക്കട്ടെ, ഓപ്പറേഷൻ ട്രിവാൻഡ്രം. ഓക്കെ, അപ്പോൾ വ്ളോഗ് നമ്പർ 2 ആണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 5 ഫെബ്രുവരി 2024. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം കോതയാർ. ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 67 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കോതയാർ മാത്രമല്ല പോകുന്ന വഴിക്ക് നെട്ട എന്ന സ്ഥലമുണ്ട്, അവിടെയും കൂടെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞത് വിനീഷാണ്. പുള്ളി യൂട്യൂബർ എന്നെ പോലെ ചെറിയ യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് മാക്സിമം വേണം കേട്ടല്ലോ. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പോവുകയാണ്. വേറെ വിഷയമൊന്നുമില്ല. മണി ഇപ്പോൾ കറക്റ്റ് 7:15 മണിയായിട്ടൊരു രാവിലെ ലേറ്റായി. 7 മണിക്ക് വരാൻ പറഞ്ഞാണ്. സോറി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ പോന്നാ, വേറെ ഒന്നും പറയാനല്ലോ, അത്ര തന്നെ. അപ്പോൾ ഡയലോഗ് പറയാം, കമോൺ. അപ്പോൾ എന്ത് കഷ്ടം വന്നാലും, ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ, അത്രമാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. വാ വാ വാ. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ടൈമായി മണി 7:30 മണി. ഇത്ര നേരത്തെ ഇറങ്ങി താമസിക്കുക എന്തുകൊണ്ടാണ്? അതാണ് ശീലം. ഓക്കെ, എല്ലാം അടുത്തല്ലോ അല്ലേ? ഓക്കെ, എന്നാൽ ശരിമാ. അപ്പോൾ പേഴ്സ്, ഫോണ്, നിക്കറ്, തോർത്ത് കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നേരെ പോകേണ്ടത് കാട്ടാക്കട ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് കറക്റ്റ് 17 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, നമ്മളതിനെ പൂജപ്പുര ജംഗ്ഷൻ എത്തി. രാവിലെ തന്നെ ബ്ലോക്ക് തുടങ്ങിയാണ് തോന്നുന്നത്. 7:30 ബ്ലോക്കാണ്. കൗസല്യ സുപ്രജാതാണ്. ഇപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ വൈബ് സൂപ്പറാണല്ലേ, നല്ലൊരു ഫ്രഷ് വൈബാണ്. അടിപൊളിയല്ലേ, സൂപ്പറായിട്ട്, എന്ത് രസം. വൈബ് തന്നെ അല്ലേ. നല്ല മഞ്ഞ് കണ്ട. പെട്രോൾ അടിച്ചിട്ട് പോകാം. പെട്രോൾ ഉണ്ട്, ഒരു 100 രൂപ അടിച്ചേക്കാം. വേറെ ഒന്നുമില്ല, ലോങ്ങല്ലേ പോകണ്ട. 100 രൂപയ്ക്കേ. ഓക്കെ, അപ്പോൾ പോകാൻ വേറെ വിഷയമൊന്നുമില്ല. പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി 250 പെട്രോൾ അടിച്ചായിരുന്നു. ഇപ്പോൾ ഇന്ന് 100 രൂപയ്ക്ക് അടിച്ച് എല്ലാം കൂടെ 350 പെട്രോൾ അടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. എന്തായാലും നമ്മളൊരു 67 കിലോമീറ്റർ അങ്ങോട്ട്, തിരിച്ച് വരാൻ 67 കിലോമീറ്റർ, എല്ലാം കൂടെ 140 കിലോമീറ്റർ അടുപ്പിച്ച് ഓടും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് 350 പെട്രോൾ കറക്റ്റ് ആക്കി വേറെ വിഷയമൊന്നുമില്ല. ഒരുപാട് ലേറ്റായി. മണി 10 ആയി. 7:30 മണി കഴിച്ചാൽ, അതായത് 7:15 മണിക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞത്. എവിടെ? കാട്ടാക്കട ജംഗ്ഷനിൽ. മണി ഇപ്പോൾ 7:30 മണിയായി. ഇപ്പോൾ അവിടെ എത്തുമ്പോൾ 8 മണിയാവും. ഇപ്പോഴേ ലാറ്റ്. ശരി, കുഴപ്പമില്ല. എന്തായാലും ചില ദിവസങ്ങൾ അങ്ങനെ ഇരിക്കുള്ളൂ അല്ലേ. നമ്മളിപ്പോൾ പേട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സൂപ്പർ കേട്ടാ, അടിപൊളിയാക്കണം. എന്ത് മഞ്ഞ് കണ്ടാ, കാണാൻ പറ്റണ? എനിക്ക് കാണാൻ പറ്റുന്നു, ക്യാമറ വഴി കാണാൻ പറ്റുന്നുണ്ട്. നമ്മളങ്ങനെ കാട്ടാക്കട എത്തിയെന്ന് തോന്നണം കേട്ടോ. ഇതിനെ കാട്ടാക്കട ഞാൻ പണ്ടൊരിക്കൽ വന്നതാണ്, മറന്നുപോയി. ഇത് തന്നെ കാട്ടാക്കട. ഇവിടെ എവിടെയാണ് നിൽക്കണത് പുള്ളി? വെരി വിനീഷ്. ഓക്കെ, അപ്പോൾ വിനീഷിനെ വിളിച്ചായിരുന്നു. അപ്പോൾ വിനീഷ് പറഞ്ഞ് ഈ ഭാഗത്ത് ഇവിടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ രാജം ടെക്സ്റ്റൈൽസ്, രാജകുമാരി ജ്വല്ലേഴ്സ്. ഇതാ നിൽക്കുന്നത്. ഇതാണ് വിനീഷ് ബ്രോ, നമ്മളുടെ മൈ സ്റ്റോറി വിനീഷ്. നമ്മൾ കേരളത്തിലെ വലിയ യൂട്യൂബർ ആകാൻ പോകുന്ന ആളെ നമ്മളുണ്ട്. ഇല്ല, ഇന്നലെ കുറച്ച് ലേറ്റായിപ്പോയി, അറിയാലോ. അതിന് 2 മണി 2:30 മണിയായി. അത് വേറെ ഒന്നുമില്ല, മോൾക്ക് ഇത്തിരി ശർദ്ദലുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ആഹാരം രാത്രി കൊടുത്തിട്ടാണ് കഴിച്ചത്. അല്ലേ, ആഹാരം കൊടുത്തിട്ടാണ് ഉറക്കിയതുള്ള. അപ്പം ഞാനും ഉറങ്ങിയില്ല ആ സമയത്ത്. അപ്പോൾ അത് വണ്ടി ഇതാണല്ലേ. ഇപ്പോൾ വിനീഷിൻ്റെ വണ്ടി സംഭവം ഇതാണ്, ഹീറോ പൾസ്. കണ്ടാ, വേറെ ലെവൽ. ഇപ്പോൾ വണ്ടിയുടെ പേരെന്നാ പറഞ്ഞേ? റെഡ് വുൾഫ് അല്ലേ? റെഡ് വുൾഫാണ്. എൻ്റെ ബ്ലാക്ക് ബൈസനാണ്. ഓക്കെ, അപ്പോൾ റെഡ് വുൾഫും ബ്ലാക്ക് ബൈസനായിട്ട് അല്ലല്ല, ബ്ലാക്ക് ബൈസണും റെഡ് വുൾഫുമായിട്ട് ട്രിപ്പ് പോവുകയാണ് അല്ലേ. അതിന് കൂടെ നമ്മളും ഉണ്ട്. വിനീഷ്, ഇപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. കമോൺ ഗൈസ്, നമ്മളെ സെയിം ക്യാമറ തന്നെ തോന്നുന്നു അല്ലേ. ഇത് ഹീറോ 9 10 ഇത് ഹീറോ 10 ആണ്. ഏകദേശം സെയിം സൈസ് ഉണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. ശരി, അപ്പോൾ ചായ കുടിച്ചാ? ഞാൻ വീട്ടിൽ ചായ കുടിച്ചാൽ ക്ലാസ് മതി. ഇനി നമുക്ക് നേരെ കാപ്പ് കുടിക്കാം പോയിട്ട്. വേറെ ലേറ്റാക്കണ്ട. വേറെ ട്രിപ്പ് പോകുമ്പോൾ ലേറ്റാക്കണ ഒരു സ്ഥിരം കൾച്ചറാണ് നമ്മൾ കേരളത്തിൽ അല്ലേ. അത് ആരും നമ്മൾ ചെയ്യണ്ടേ? അത് ഞാൻ ചെയ്തു, അത്ര തന്നെ. കമോൺ കട്ടക്ക് നില്ലേ, വാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പുള്ളിയെ ഫോളോ ചെയ്ത് പോയാണ്, വിനീഷ് ബ്രോനെ. അപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ പേര് മൈ സ്റ്റോറിയാണ് അല്ലേ. മൈ സ്റ്റോറി വിനീഷ് അല്ലേ? മൈ സ്റ്റോറി വിനീഷ്. അപ്പോൾ ഈ പുള്ളിയുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ആൾക്കാർ കേട്ടോ. പുള്ളി നമ്മളെ പോലെ വ്ളോഗറാണ്, സൊമാറ്റോ വ്ളോഗ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട്. ഓക്കെ, അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ. ഇപ്പോൾ 2 വ്ളോഗർ ടീമായിട്ടുണ്ട് ഇപ്പം, അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി തൊട്ട് ഈ പുള്ളിയുടെ കൂടെ ഒരു കൊളാബ് വ്ളോഗ് കാണും ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഒരു വ്ളോഗറും മറ്റുള്ള വ്ളോഗറുമായിട്ട് കമ്പനി അടിച്ചപ്പോൾ എന്താ പവർ ഉണ്ടാ, സൂപ്പറല്ലേ.
അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം നെട്ടയാണ്. ഇവിടുത്തെ കറക്റ്റ് 25 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല വെയിൽ വന്ന് തുടങ്ങി, കുഴപ്പമില്ല, തണുപ്പുണ്ട്. ഒരു 10 മണി കഴിയുമ്പോൾ ചൂട് തുടങ്ങും. ഇപ്പോൾ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചായിരുന്നു, കാപ്പിയൊന്നും കുടിച്ചില്ല. പോകുന്ന വഴി കാപ്പി കുടിക്കാം, വേറെ വിഷയമൊന്നുമില്ല. വാ കമോൺ ക്വിക്ക്. സ്ലൈറ്റ് ലെഫ്റ്റ് പോയ അമ്പൂരി, സ്ലൈറ്റ് റൈറ്റ് പോയ നെയ്യാറ്റിൻകര, ലെഫ്റ്റ് പോയ മൈലക്കര. ഇതാണ് റൂട്ട് കാര്യങ്ങളൊക്കെ. അയ്യോ ഫിനിഷ് പോയാ അവിടെ നിൽക്കണം. മാപ്പിനെ വിശ്വസിച്ച് പോകാൻ പറ്റുമോ? ഓക്കെ ആണല്ലോ. റൈറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ റൈറ്റാണ് നമ്മൾ പോകേണ്ടത്, വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് ഈ റൂട്ട് വലിയ പിടിയില്ല. ഇപ്പോൾ പുള്ളിക്കാർ ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് പല പ്രാവശ്യവും. നമ്മളെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്, അതുകൊണ്ട് ഒരു പുതിയ വൈബാണ്. റോഡ് സൂപ്പറാണ്. ഇങ്ങോട്ട് റോഡ് കൊള്ളാം, അടിപൊളി. എന്ത് ബ്രോ, റോഡ് സൂപ്പറായിരുന്നു, അടിപൊളി അല്ലേ പറഞ്ഞത്? വേറെ ലെവലല്ലേ, സ്മൂത്തായിക്കണം. പുതിയ റോഡല്ലേ, പൊളി അടിപൊളി. അപ്പോൾ ഈ റോഡ് ഇട്ടിട്ട് കറക്റ്റ് ഒരു മാസം പോലെ ആയി കാണില്ല. കാരണം റോഡിൻ്റെ കളറാണ് പറയാൻ പറ്റുക, അത്ര കട്ട ബ്ലാക്കാണ്. നമ്മൾ ഈ സിനിമയിൽ കാണില്ല, ചില ലൊക്കേഷൻ ഉണ്ടല്ലോ, അതേപോലെയൊക്കെയാണ് ഇങ്ങോട്ട് വരുമ്പോട്ടാ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഒറ്റശേഖര മംഗലമാണ്. അതാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ട്രിവാൻഡ്രത്തിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അങ്ങോട്ട് നമ്മൾ പോയിട്ടേ ഇല്ല ഇതുവരായിട്ട്. അപ്പോൾ ലോങ് ട്രിപ്പ് ഉണ്ട് ഈ ആഴ്ച. ഞാൻ വൈഫായിട്ട് എവിടെ നിന്ന് പിന്നെ പറയാം. സൂപ്പറാണ്, വേറെ ലെവലാണ്. എങ്ങനെ പോലെ 500 കിലോമീറ്റർ ദൂരം വരും. അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് പിന്നെ പറയാം, ഇപ്പോൾ പറയണില്ല, സർപ്രൈസ് പോകും അല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ. സൂപ്പർ വേറെ ഫീൽ കേട്ടാ. അതല്ലേ പറയണത്, നമ്മൾ പോകാത്ത സ്ഥലത്ത് പോകണം, അതെപ്പോഴേ ഒരു ഫീൽ കിട്ടുള്ളൂ, പുതിയ ഫീലൊക്കെ. എന്ത് രസം കണ്ട, അടിപൊളി. വെയിലും ഉണ്ട് മഞ്ഞും ഉണ്ട് കേട്ടാ. ഇതൊക്കെ വീട്ടിൽ ഇരുന്നാൽ കേട്ടോ അല്ലേ, പുറത്തിറങ്ങി ബൈക്ക് എടുത്തോണ്ട് ഫ്രീ ആകുമ്പോഴൊക്കെ റൈഡ് വേറെ ലെവൽ ഫീൽ ആയിരിക്കും. ഇതൊക്കെ എൻജോയ് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്. ഇതൊക്കെ ഇല്ലാതെ എന്തോ ലൈഫ് അല്ലേ, ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അതല്ലേ പറഞ്ഞത്, ഒറ്റ ലൈഫേ ഉള്ളൂ, ലൈഫ് അടിച്ച് പൊളിക്കണം കാഴ്ച എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം അത് ഒറ്റ റീസണാണ്. നല്ല സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടാ, പൊളിയായിരിക്കണം, അടിപൊളി. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം കേരളമല്ല, തമിഴ്നാടാണ്. അപ്പോൾ അത് ട്രിവാൻഡ്രം ജില്ലയിലാണ് വരുന്നത്, കന്യാകുമാരിയാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, കന്യാകുമാരി എന്നാണ് ട്രിവാൻഡ്രത്തിന് അടുത്തുള്ള സ്ഥലം തന്നെയാണ് അല്ലേ. അതുകൊണ്ട് ഓപ്പറേഷൻ ട്രിവാൻഡ്രത്തിൽ കയറ്റാം, കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇരിക്കട്ടെ. ഇതെന്തോ മരം ഒടിഞ്ഞു വീണാ, എന്തോന്ന് മരം വെട്ടിയതാ, എടുത്ത് മാറ്റാറുണ്ട്, എന്തോ കാണിക്കണം നിങ്ങളൊക്കെ. പക്ഷേ പറയാൻ വാക്കുകളില്ല, സൂപ്പർ ഉണ്ടാ. ഈ സൈഡ് കംപ്ലീറ്റ് റബ്ബറാണ്. റബ്ബർ തന്നെ മന്നം കോണം ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് അടിപൊളിയായിരിക്കണം, എത്തിച്ചേർന്ന ഡെസ്റ്റിനേഷൻ അടിപൊളിയാക്കണം. എങ്കിൽ മാത്രമേ ആ ട്രാവൽ ഒന്ന് അടിപൊളിയായിരിക്കുള്ളൂ അല്ലേ. നമ്മളങ്ങനെ വെള്ളറട എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്താണ് കാളിമല. ഒരു മല കാണണ്ട, അത് തന്നെയാണ് കാളിമല. ഓളി കേട്ടാ, സൂപ്പറായിട്ട്. ഇപ്പോൾ കാളിമല കുരിശുമല ഒക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, കാരണം സമയമില്ല എല്ലാം കൂടെ നോക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രാവൽ സമയത്തൊക്കെ പറ്റിയ പാട്ടായെന്ന് അറിയാമോ? ആ പാട്ട് തന്നെ, കറി വന്ന പിറക്. അടിപൊളി. വന്ന പിറക്. ഇപ്പം അടിച്ചാനാ. ജസ്റ്റ് മിസ്. ഇവിടെ റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, റൈറ്റ് നെട്ട, ആറാട്ടുകുഴി നെട്ട കുരിശുമല ഇങ്ങോട്ട്. അടിപൊളി ലൊക്കേഷൻ കണ്ട. ലെഫ്റ്റ് റൈറ്റ് ഫുൾ റബ്ബറാണ് കണ്ടാ. ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു ഇത്ര ദിവസം, ഇവിടെ പോയി കിടന്ന് ഇത്ര ദിവസം. ഇവിടെയൊക്കെ നമ്മളല്ലേ വരാത്തല്ലേ, ഇതൊക്കെ ഇവിടെ തന്നെ എപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ മാക്സിമം ട്രിവാൻഡ്രം ശരിക്കും അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല, വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ വരേണ്ട ആവശ്യമുണ്ട്. വന്ന് കാണുമ്പോൾ വേറെ ലെവൽ ഫീൽ ആയിക്കണം, വേറെ എന്ത് പറയാം അല്ലേ. സത്യം പറയില്ല, എവിടെയോ ഒരു പോയ ഫീൽ ആയിട്ട്, അത് ഫോറിൻ കൺട്രിയിലേക്ക് പോയ പോലെ. വേറെ ലെവല്. എന്ത് പറയാം, വാക്കുകളില്ല. ഇനി എന്ത് പറഞ്ഞാൽ റിപ്പീറ്റ് വാക്കായി പോകും. അതുകൊണ്ട് ഈ പറയാൻ വാക്കുകളില്ല. സൂപ്പർ. ലൈഫിൽ ഇതിനേക്കാൾ എന്ത് വേണം ബ്രോ അല്ലേ, എന്ത് വേണം. അപ്പോൾ നമ്മൾ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫാമിലി, മെയിൻ ഫാമിലിയാണ്. ആ ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ കുറച്ച് സമയം കൊടുക്കണം. പിന്നെ വേണ്ടത് ട്രാവൽ അല്ലേ. ഈ ട്രാവൽ ഇതില്ലെന്നുണ്ടെങ്കിൽ എന്തോന്ന് ലൈഫ്. അപ്പോൾ ഇത് മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ, ഇനി കെട്ടൂല, അടുത്ത ജന്മം ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ അല്ലേ. അതുകൊണ്ട് ഈ ലൈഫിൽ ഇങ്ങനെ ജീവിച്ച് എൻജോയ് ചെയ്യണം. എല്ലാം ഒരു മായ, അത്ര തന്നെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ചോദിക്കാൻ കുറേ ചോദ്യങ്ങളുണ്ട്, അതിലൊന്നും ഉത്തരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉത്തരം കണ്ടുപിടിക്കാതെ ഇരിക്കുന്ന ലൈഫ് നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ നോക്കുക. സൂപ്പറാക്കി, വേറെ നോക്കാനൊന്നുമില്ല. ഓക്കെ. എനിക്ക് സത്യം പറയല്ലോ സൂപ്പർ ഫീൽ കേട്ടോ, വേറെ ലെവലായിരുന്നു. വിനീഷ് ബ്രോ, താങ്ക് യു. ഒരാൾ കൂട്ടിനുണ്ടെങ്കിൽ എന്ത് രസം കണ്ട, വൈബേ മാറിപ്പോയി. സത്യം പറഞ്ഞാൽ വൈഫിന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ. അവൾ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായനെ. അടുത്ത ട്രിപ്പ് ഉണ്ട്. എവിടെ നിന്ന് പറയട്ടാ
ഊട്ടി പട്ടണ ഊട്ടിക്കാണ് പോകുന്നത് അടുത്ത ട്രിപ്പ്. സൂപ്പർ. സത്യം പറഞ്ഞാൽ ഊട്ടി ഞാൻ പോയിട്ടില്ല. ഞാൻ വൈഫായിട്ട് ഫസ്റ്റ് ടൈം പോവുകയാണ്. അത് ബൈക്കിൽ ബ്ലാക്ക് ബൈസനായിട്ട്. നെട്ട ഡാം എത്തി കേട്ടാ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം കേരളം കഴിഞ്ഞ് തമിഴ്നാട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കന്യാകുമാരി ജില്ലയിലാണ് അല്ലേ ബ്രോ? അത് കന്യാകുമാരി ജില്ലയല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കിടില വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് വിനീഷ് പറഞ്ഞത്. അപ്പോൾ നോക്കിയിട്ട് പോകാം. ഓക്കെ. എപ്പോഴും റോട്ടിൽ നിന്ന് ഒരു 3 അടി തള്ളി ഒതുക്കി വെക്കണം. വേറെ ഒന്നുമില്ല. ഇതുപോലെ സ്ഥലങ്ങളൊക്കെ വണ്ടികൾ പറന്ന് വരും. വണ്ടി ഇടിച്ചിട്ട് പോയാൽ മണി കിട്ടും അല്ലേ? ഓക്കെ വാ നോക്കാം പോവാ. സംഭവം സൂപ്പർ കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്യില്ലേ? ഒരു തവണ വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് ചില്ലടിച്ച് അല്ലേ? പറഞ്ഞു ട്രിവാൻഡ്രത്ത് തന്നെ അടുത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമ്മളതൊന്നും കാണാതെ മൂന്നാർ പോട്ട, കൊടൈക്കനാൽ പോട്ട, ഇതൊക്കെ എൻജോയ് ചെയ്യണം സൂപ്പറായിട്ട്. അപ്പോൾ ഇത് അപായ സ്ഥലമാണ്. കാവൽത്തുറ എച്ചരിക്കை ആപത്താന പകുതി ഉള്ളേ സെല്ല വേണ്ട മീറിനാൽ ദണ്ഡനയ്ക്ക് ഉള്ളാവീറുകൾ. ഇവിടെ സംഭവം ആപത്തായ സ്ഥലമാണ്. ഈ ഏരിയയൊക്കെ അകത്തിറങ്ങി കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് ഉറപ്പാണ്. വേറെ നോക്കാനൊന്നുമില്ല. വാർണിംഗ് ഫ്രം പോലീസ് ഡേഞ്ചറസ് ഏരിയ, ഡോണ്ട് ഗോ, യു വിൽ ഗെറ്റ് പണിഷ്മെൻറ്റ് വെൻ യു ബ്രേക്ക് ദ റൂൾ. ബ്രേക്ക് ദ റൂൾ അല്ലേ? ബ്രേക്ക് ദ റൂൾസ്. അത് പാട്ടുണ്ടല്ലോ. ഏതാ പാട്ടത്? ബോയ് സിനിമയിൽ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് നമുക്ക് ഇറങ്ങാം പയ്യെ. കുഴപ്പമുണ്ടോ? പണിഷ്മെൻറ്റ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റൂട്ട് കുറച്ച് മോശമാണ് ഇറക്കം. അപ്പോൾ നോക്കിക്കൊണ്ട് ഇറങ്ങിയാൽ കൊള്ളാം. ഇല്ലെങ്കിൽ തലവത്തിനെ വീഴും. ഓക്കെ സേഫാണ്. അങ്ങോട്ട് പോകാൻ പാടില്ലേ? വേല ഇട്ടിരിക്കുന്നത് അല്ലേ? അങ്ങോട്ട് സത്യത്തിൽ അവർ എഴുതി വെച്ചേക്കുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ലെന്നാണ്. നമുക്ക് പോകണേ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ വേറെ ചെയ്യില്ല. അകത്ത് പോകുന്നു, ജസ്റ്റ് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കും, അത്ര തന്നെ. പ്രത്യേകിച്ച് പറഞ്ഞുതരാം, നമ്മുടെ കണ്ടിട്ട് നമ്മുടെ അനുകരിച്ച് ആരും വരല്ലേ. പോലീസ് എല്ലാം പിടിച്ച് ഇവിടെ സംഭവം ഇത് ബ്രേക്ക് റൂളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെറിയൊരു വ്ളോഗ് അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യണില്ല. ഇവിടെ വന്ന് നമ്മൾ കുളിക്കാനൊന്നും പോകണില്ല, വ്ളോഗ് ചെയ്യുന്നു പോകുന്നു, അത്ര തന്നെ അല്ലേ? കുറേ ആൾക്കാരൊക്കെ വെള്ളം അടിച്ചിട്ട് കുളിക്കാനിറങ്ങും, ഇപ്പം പണി കെട്ടും. അപ്പോൾ അത് ഒരുപാട് അപകടം അങ്ങനെയാണ് കുറേ മരിക്കണത്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇറങ്ങിന്നുള്ള വ്യൂ കാണിക്കാൻ വേണ്ടി, വേറെ ഒന്നുമില്ല. അങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ്. സാറ് തിങ്കളാഴ്ച ദിവസമൊക്കെ എല്ലാവരും ജോലിക്ക് പോകും ഓഫീസിൽ. നമ്മൾ ജോലിയെ ട്രാവലാണ്. അപ്പോൾ നമുക്ക് ആ മടിയേയില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി, അത് ട്രാവൽ. വേറെ എന്ത് വേണം അല്ലേ? എന്നോട് പൊളിയില്ലേ? സൂപ്പറല്ലേ? അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഓരോന്നായിട്ട്. അപ്പോൾ ഇതുപോലെ വലിയ ട്രാവലൊക്കെ പോകണം. ഇത് ചെറിയൊരു ടൂറാണ്. നമ്മൾ ഈ വലിയ ട്രാവൽ ചെയ്യണം, ഇന്ത്യ മൊത്തം കറങ്ങണം എന്ന് എൻ്റെ ആഗ്രഹം. നടക്കുമായിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലത്തെ ജോലി കാണുന്നുണ്ടെങ്കിൽ ഒരു മടുപ്പില്ലാതെ സന്തോഷമായിട്ട് വർക്ക് ചെയ്യാം, ഫ്രീ ആയിട്ട്. ഇപ്പോൾ പോവാം. സമയം ബാബാ മണിപ്പോൾ കറക്റ്റ് 9:45. മണിപ്പോൾ കറക്റ്റ് 9:45 സമയം കളയേണ്ട. അടുത്ത് നമുക്ക് നേരെ എവിടെ പോകണം? നെട്ട ഡാമിൽ പോകാം. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നെട്ടയാണ്. ഡാം കാണാൻ അങ്ങോട്ട് പോകണം. അപ്പോൾ പോകാന്നാ, വെറുതെ സമയം കളയണ്ട. ഇനി കുറേ സ്ഥലം കാണാനുണ്ട്. കോതയാറൊക്കെ പോകണം. സംഭവം പൊളിയിട്ടാ, കൈയോട്. അതാണ്. ഇപ്പോൾ വിനീഷ് ബ്രോൻ്റെ കൂടെ കുറേ കൊളാബ് ബ്ലോഗ് കാണും എന്തായാലും ഭാവിയിൽ. കുറേ ചെയ്യാലോ, കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ചെയ്യാം. വിളിച്ചാൽ വരൂല്ലോ ഉടനെ തന്നെ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം. കമ്മോൺ. അപ്പോൾ ഓക്കെ പോന്നാ. സമയം ബാബാ. അപ്പോൾ സമയം പോകാന്നാ. ഇവിടുത്തെ 1 മണിക്കൂർ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇനി കുറേ സ്ഥലം കാണാനുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ പോന്നാ. ഇപ്പോൾ വേറെ വിഷയമൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം, അത്ര തന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ ട്രാവൽ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ലൊക്കേഷനെ പൊളി കേട്ടാ, സൂപ്പറായിട്ട്. പണി ഇപ്പോൾ കറക്റ്റ് 9:50 കാപ്പ് കുടിക്കണം, നല്ല വിശപ്പുണ്ട്. അതിപ്പോൾ കാപ്പ് കുടിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാം. ഓക്കെ നമ്മളങ്ങനെ എവിടെ എത്തിയ സ്ഥലം? അത് കളിയില്ല. കാപ്പ് കുടിക്കാന്നാ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കളിയിലാണ്. അപ്പോൾ അത് കാപ്പ് കുടിക്കാൻ തീരുമാനിച്ചു ഞാൻ വിനീഷായിട്ട്. വിശക്കണല്ലേ? വണ്ടിയുടെ പാർക്ക് ഓക്കെ ആണല്ലോ ഇവിടെ കേട്ടാ. ഇപ്പോഴാണ് കറക്റ്റ് തമിഴ്നാടായത് ഏകദേശം അല്ലേ? മഞ്ഞ ആട്ടോയൊക്കെ ഉണ്ട്. അവിടെ മഞ്ഞ ആട്ടോ, പിന്നെ കടയുടെ ബോർഡൊക്കെ തമിഴിലാണ് കാണിക്കുന്നത്. ഇവിടെ അതൊരു കട, ഇത് ചിത്ര ഹോട്ടലാണ്. AC ഉണ്ട് അവിടെ, കൊള്ളാമല്ലോ. പൊറോട്ട ഉണ്ട്. പൊറോട്ട കഴിക്കാം. പൊറോട്ട കഴിക്കാന്നാ. ദോശ ഉണ്ടോ? ദോശ മതി. ദോശ കഴിക്കാം. ദോശ ഉണ്ടല്ലോ. സൂപ്പറായിട്ട്. ദോശ ഞാൻ പറക്കെ വെച്ച് എല്ലാം കഴിക്കാം. കൈ കെട്ടി വെക്കാം. ഓക്കെ. ഹാൻഡ് വാഷ്. തമിഴ് പാട്ടൊക്കെ ഉണ്ടല്ലോ. പനി വീഴും പൊഴുത്. ഓക്കെ. അങ്ങനെ നമ്മൾ സീറ്റ് പിടിച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. ദോശ വേണ്ട. ദോശ, ചമ്മന്തി, സാധാ തട്ട് ദോശ. അത് സാധാ ദോശ. ചമ്മന്തി വടയൊക്കെ മതി. കാപ്പിയില്ലേ? ദോശ എത്തിയിട്ടുണ്ട്. എല്ലാം കഴിവില്ലല്ലേ സാറേ? എല്ലാം കഴിവാണ്. ചായ ഓരോ ചായ മീഡിയം. ഇപ്പോൾ ദോശ, ഉഴുന്നുവട, സാമ്പാർ, ചമ്മന്തി എല്ലാം അരിപ്പുണ്ട്. കഴിക്കാന്നാ. ഒഴിക്കും, കളയൂലേ വെളിയിൽ? കുറച്ച് ഒഴിക്കാം അല്ലേ?
അതെയാ അതെയാ എവിടെ വയ്ക്കട്ടാ കളയുമില്ല കുറച്ച് കഴിക്കാൻ പാടുള്ളൂ ഒരു പൊറോട്ട കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് 2 പൊറോട്ട, ഒന്ന് എനിക്ക് ഒന്ന് വിനീഷിന്. അപ്പോൾ പൊറോട്ട ഗ്രേവി ഇറച്ചി ഓർഡർ ചെയ്തില്ല. ഓംലേറ്റ്, പൊറോട്ട, ദോശ എല്ലാം കൂടെ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആണ് അല്ലേ? ഇത് അടിച്ചു വിടണം. അല്ലേ ചുമ്പാതല്ല, സൂപ്പറായി. ഓക്കെ, അപ്പോൾ കാപ്പ് പിടിച്ച മൊത്തം പേയ്മെന്റ് എന്ന് പറഞ്ഞത് എത്ര? 6 ദോശ, 2 പൊറോട്ട, 2 ഓംപ്ലേറ്റ്, 1 ചായ, 2 ചായ, പിന്നെ 2 വട അല്ലേ? അപ്പോൾ എല്ലാം കൂടെ മൊത്തം ആയത് 120 രൂപയാണ്. കൊള്ളാം, കുഴപ്പമില്ല, ലാഭമുണ്ട്. കന്യാകുമാരി ജില്ലക്കകത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാണാനായിട്ട്. നമ്മൾ കന്യാകുമാരി പോയി കഴിഞ്ഞാൽ മെയിനായിട്ട് കന്യാകുമാരി ബീച്ചിൽ പോകും. വിവേകാനന്ദ പാറ, തിരുവള്ളൂർ പാറ, ഇത്രയേ ഉള്ളൂ. കന്യാകുമാരി ജില്ലക്കകത്തിന് ഔട്ടറിൽ പോയ ഇഷ്ടംപോലെ ഗ്രാമങ്ങളുണ്ട്, ഇതുപോലെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും ആരും കാണാതെ പോവുകയാണ്. അപ്പോൾ ഇതിന് പറ്റിയ ബൈക്ക് റൈഡാണ്. ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം. ഇത്രയും അടുത്ത് കിടന്ന് നമ്മളിത് കണ്ടില്ലല്ലോ, ആലോചിക്കണത്. റൈറ്റ് സൈഡ് ഫുൾ പൈനാപ്പിളാണ്. സൂപ്പർ അല്ലേ, അടിപൊളി പൈനാപ്പിൾ. ഇതെന്ത് പറയത് എന്ന് പറയുന്നത് ഫുൾ കൃഷിയായിട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പൈനാപ്പിൾ തോട്ടം, പിന്നെ വാഴ ഉണ്ട്, അങ്ങോട്ട് തെങ്ങുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. ഓ സൂപ്പർ കേട്ടാ. ഓക്കെ, നമ്മളിങ്ങനെ ചിറ്റാർ ഡാം എത്തി. സിട്രാർ ഡാം ആണെങ്കിൽ ഒന്നാണ് കേട്ടാ. ഓക്കെ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് പോയി നോക്കിയിട്ട്. ചെറിയ ഡാം കേട്ടോ, വലിയ സംഭവമൊന്നുമില്ല. പൊതുപ്പണിത്തുറ ചിറ്റാർ ഡാം, തമിഴ്നാട്. 1964 തൊട്ട് 1970 വരെ. അതെന്താ അങ്ങനെ ഇട്ടിരിക്കണത്? പണിതീന് 6 വർഷം എടുത്തല്ലേ? ഓക്കെ ശരി. ഇതാണെങ്കിൽ ഒന്നാണ്. പണി 2 ഉണ്ട് അവിടെ കേട്ടാ. ഓക്കെ, വലുത് കളിച്ച് കയറാം. ശരി, നോക്കിയിട്ടേ വാ. ചുമ്മാ സംഭവം ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, വൈകിട്ടാകുമ്പോൾ കുറച്ച് ആൾക്കാർ വരുമായിരിക്കും അല്ലേ? ആരുമില്ല ഇങ്ങോട്ടൊന്നും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ആരും വരില്ല അധികം. ഇവിടുത്തെ ആൾക്കാർ മെയിൻ ജോലി കാണുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നമ്മളെ ആൾക്കാർ കറങ്ങുക മെയിനായിട്ട്. ഒരു ലീവ് വെട്ടി കറങ്ങാൻ പോകും. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കറങ്ങാൻ ആളില്ല. അതാണ് മെയിൻ വിഷയം. അപ്പോൾ ഇത് ചിറ്റാർ ഡാമാണ്. ഇവിടെ വേറെ സംഭവമൊന്നുമില്ല. പോന്നാ വാ സമയം. കമൺ ക്വിക്ക്. വണ്ടി ലുക്കല്ലേ, സൂപ്പറായിരുന്നു. പൾസ് ചുമ്മാ ഇരുന്ന് നോക്കിയല്ലോ ഒന്ന്. അയ്യോ സീറ്റ് പുള്ളും. ഈ വണ്ടി വ്ളോഗ് ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി കൈമാറാൻ പോവുകയാണ് അല്ലേ? താലം കൈമാറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഹീറോ പൾസ് എടുക്കാൻ പോവുകയാണ്. ഹീറോ എക്സ്പൾസ് അല്ലേ? വിഷയമൊന്നുമില്ല. പോന്നാ അപ്പോൾ. ഓക്കെ, പയ്യെ എടുക്കാം, പുതിയ വണ്ടി ആയതുകൊണ്ട്. ഓക്കെ ബ്രോ, ഓക്കെയാണ്, വേറെ വിഷയമൊന്നുമില്ല. വണ്ടി പോട്ടെ. ചെറിയൊരു കോട്ടം കേട്ടോ വണ്ടിക്ക്. ഹാൻഡ് ചെറിയൊരു സൈഡ് അലൈൻമെൻറ്റ് മാർക്ക് കിടക്കുകയാണ്. ഇടയ്ക്കൊന്ന് പുള്ളി വീണായിരുന്നു വണ്ടിയിൽ നിന്ന്. അതിനുശേഷമാണ്. അപ്പോൾ ഈ വണ്ടി CC കൂടുതലാണ് എൻ്റെ വണ്ടിക്കാൾ. അപ്പോൾ എൻ്റെ വണ്ടി 150 ഇത് 200 അപ്പോൾ ആ ഒരു പവർ എന്തായാലും കാണില്ലേ വണ്ടിക്കകത്ത്. നല്ല ഓട്ടിക്കാൻ നല്ല കംഫർട്ട് കേട്ടോ എൻ്റെ വണ്ടിക്കാൾ. സൂപ്പറായിരുന്നു. സൂപ്പർ. ഫുൾ കാടല്ല ഇങ്ങോട്ട്. എൻ്റെ അമ്മോ, വേറെ ലെവൽ ഫീൽ കേട്ടാ. ഇരു കാലിൻ ഇടയിലെ ഉറസും പൂനയായി വാഴ്ക്കൈ പോതുമടടാ. ഉള്ള കുരങ്ങ എല്ലാം ചെയ്യുമെന്തോ. കുറേ ഉണ്ടല്ലോ ഇത് കണ്ണന്മാരൊക്കെ. എന്നാ തോന്നന്നെ കാണാം, പിന്നെ വരാം. ഉള്ള ചേട്ടാ ബാബാ, സീ യു. ചാടി കടിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നിന്ന് കോതേർ 15 കിലോമീറ്ററാണ്. ചെക്ക് പോസ്റ്റ് പൈസ അടയ്ക്കണോ തന്നെ? ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. മൊത്തം പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 2 പേർക്ക് 30 രൂപ, 60 രൂപയായി. ബൈക്കിന് 40 രൂപ, 2 ബൈക്കിനായിട്ട്. അപ്പം മൊത്തം പൈസ ആയത് 100 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയ്ക്ക് ചാർജ് ഉണ്ട്. ഗോപ്രായിട്ടൊന്നും പറഞ്ഞില്ല അല്ലേ? സത്യം പറഞ്ഞാൽ വെയിൽ സമയമാണ്, വെള്ളം കുറവെന്നാണ് പറഞ്ഞ് കുളിക്കാൻ പറ്റുന്ന അറിഞ്ഞൂടാ. ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ പോകാം. അപ്പം ബ്രോയുടെ വണ്ടിയിൽ പോകണം, ഞാൻ എൻ്റെ വണ്ടി പോവുകയാണ്, അവരുടെ ബൈക്കിൽ അവർ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്. കമോൺ ഗൈസ്. അപ്പോൾ പോകാം. അപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് ഒരു 11:15 മണിയായിട്ടുണ്ട്. അപ്പോൾ 2 മണിക്ക് തിരിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡൊക്കെ കുറച്ച് മോശമാണ്, ഓഫ് റോഡ് കാണുമായിരിക്കും. ഓഫ് റോഡല്ല, റോഡ് മോശമാണെന്ന് പറഞ്ഞത്. ഓഫ് റോഡ് പോലെ തന്നെ ഏകദേശം. റോഡ് കംപ്ലീറ്റ് നല്ല പൊടിഞ്ഞ് നടക്കുകയാണ്, കുണ്ടും കുഴിയായിട്ടൊക്കെ. അപ്പോൾ നോക്കിയാണ്ടൊക്കെ പോകേണ്ടത്. ശരി തന്നെ. അയ്യോ എന്തോ റോഡ് ഇത്. സൂപ്പർ. നമ്മളെ വണ്ടി മിക്കവാറും കണ്ടാവും പോകണ വഴിക്ക് തന്നെ. വണ്ടി പഞ്ചറായ പണിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കടയൊന്നും ഇല്ല ഈ ഭാഗത്ത്. അത് മാത്രം നോക്കിയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. കറക്റ്റ് 15 കിലോമീറ്റർ ഉണ്ടെന്നാണ് വിനീഷ് പറഞ്ഞത്. കുളിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു, വേറെ ഒന്നുമില്ല. ഇത്ര ദൂരം വന്നിട്ട് കുളിക്കാതെ പോയി മോശമല്ലേ? ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ വിഷമായിട്ടുള്ള കാര്യം. വെള്ളം കുറവെന്നാണ് പറഞ്ഞത് ചെക്ക് പോസ്റ്റിൽ. ഫുൾ കാടിനട്ടങ്ങോട്ട്. അടിപൊളി. റോഡ് മാത്രം കുറച്ച് നന്നാക്കിയിരുന്നു, സൂപ്പറായിരുന്നു. ആ വിനീഷ് അങ്ങ് അറ്റം പോയി. നമ്മൾ പതുക്കെയാണ് പോകുന്നത്, വേറെ ഒന്നുമില്ല. പുള്ളിയുടെ വണ്ടി ഓഫ് റോഡ് വണ്ടിയില്ലേ, ഈസി ആയിട്ട് കയറി പോകും. കട്ടറൊന്നും അറിയില്ല. നമ്മളെ വണ്ടി അങ്ങനത്തെ വണ്ടിയല്ല. വലിയ പാറ കേട്ടാ അത് സൈഡിലായിട്ട്.
സൂപ്പർ അല്ലേ, നല്ല വെയിൽ കേട്ടോ. ഓ 11 മണിക്ക് ഇത്ര വെയിൽ, ഒരു 12-2 മണിയൊക്കെ ആകുമ്പോൾ എങ്ങനെ ഇരിക്കും, പൊള്ളൂ അല്ലേ ഇങ്ങോട്ടൊക്കെ. ഇപ്പുറത്ത് കൊക്ക പോലെ കേട്ടോ, താഴ്ച കിട്ടും അങ്ങോട്ടൊക്കെ. അപ്പോൾ സ്ഥലമെല്ലാം കൊള്ളാം കേട്ടോ. കുറച്ച് റോഡ് മോശമാണ്, കുറച്ചല്ല നല്ല റോഡ് മോശമാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ നോക്കി വേണം, വണ്ടി കണ്ടോ ഇപ്പോൾ അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഒരു മലയാണ് കേട്ടോ, നമ്മൾ പോണ റൂട്ടൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു വലിയ മലയല്ല, ചെറിയ മലയാണ് കേട്ടോ. ഓക്കെ, സൂപ്പർ സൂപ്പർ. സത്യം പറഞ്ഞാൽ സ്പീഡ് ലിമിറ്റ് ഒരു 15 കിലോമീറ്ററേ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പതുക്കെ പോകണ്ടല്ലേ, വേറെ ചെയ്യാൻ പറ്റും അല്ലേ, ഒരു മണിക്കൂറാവും പോകാൻ. ഓ അടിപൊളി അടിപൊളി, സൂപ്പർ 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 സൂപ്പർ. ഇങ്ങോട്ട് നോക്ക്, വാവ് വാവ് വാവ്, വേറെ ലെവൽ കേട്ടോ. സത്യം പറയില്ല, സൂപ്പർ ഫീൽ കേട്ടോ. നല്ല വെയിലുണ്ട്, ആ ഒരു ഇതുണ്ട്, അല്ലാതെ കാണാൻ സൂപ്പറായിരിക്കും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 9:30 മണി തൊട്ട് ഒരു 3 മണി 2 മണി വരെയാണ് ടൈമുള്ളൂ. അപ്പോൾ അതിന് ഭാഗത്ത് പോയിട്ട് വരണം. അപ്പോൾ ആ സമയത്ത് ഫുൾ വെയിലായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വില്ലേജ് ഉണ്ട് കേട്ടോ, ചുമ്മാ അല്ല. ഇതൊക്കെ കടന്നാണ് പോകേണ്ടത് കോതയാറിലോട്ട് അല്ലേ. കൊള്ളാം, ഇവിടെയുള്ള ആൾക്കാർക്ക് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മൾക്ക് പൈസ അടയ്ക്കണം. അങ്ങോട്ട് പോകണം ദൈവമേ, പൊയ്ക്കൊണ്ടിരിക്കണം. 15 കിലോമീറ്റർ അല്ലേ. 15 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കോവളം പോകണ ദൂരമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കോവളം പോകണമെങ്കിൽ 10-15 മിനിറ്റ് മതി അല്ലേ, ഹൈവേയിൽ വിട്ട് പറന്ന് പോകാം. ഇവിടെ അങ്ങനെയാണ് പോകാൻ പറ്റുമോ. ഇതാ ഒരു ടെമ്പോ പറഞ്ഞു, തടി കൊണ്ടുപോകണം ടെമ്പോ. ആ വണ്ടി പോട്ട്, ഒന്നാതെ റോഡ് മോശം. അങ്ങേരെ ആടി പറഞ്ഞു, എൻ്റെ അമ്മ ഇപ്പോൾ കരിഞ്ഞ് വീഴോ. അമ്മതിക്കണം കേട്ടോ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ. വണ്ടി പോയതുണ്ടാ, ഞാൻ വണ്ടി വീണെന്ന്, എൻ്റെ അമ്മ പേടിച്ച് പോയി. സ്കിൽഡ് ഡ്രൈവറാണ്, മനസ്സിലായ, സ്ഥിരം ഇതുവഴി പോകുന്ന ആൾക്കാരാണ്, അവർക്കറിയാം വീടില്ലെന്നുള്ളത്. ഇവിടെ നിന്ന് റോഡേ ഇല്ല, എന്നിട്ട് റോഡ് മോശമാകുന്നു. പോകുമ്പോഴേ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയും സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങോട്ട് കയറണം തോന്നിപ്പോകും. കാരണം വണ്ടി കണ്ടായി പോകില്ലെങ്കിൽ ഈ കംപ്ലീറ്റ് റോഡ് ഈ വണ്ടി കയറി ഇറങ്ങുമ്പോഴേ വണ്ടി കുറേ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ നമ്മളെ നടു പൊടിഞ്ഞു പോകും, അത് വേറെ വിഷയം. അയ്യോ അയ്യോ. ഓക്കെ, ചെളിയും കുഴിയൊക്കെ കൊണ്ട് നോക്കി കണ്ടാൽ പോയാൽ നമുക്ക് കൊള്ളാം. ആ ശരി തന്നെ. ഓക്കെ, കുഴപ്പമില്ല. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടെ ബസ് പോകും. ബസ്സിൽ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ബൈക്കിൽ പോകണമെങ്കിൽ പോകാം അല്ലേ. ബൈക്ക് 1 മണിക്കൂറാണ്, ബസ്സൊക്കെ 2 മണിക്കൂറാവും അല്ലേ. അമ്മോ, ഇത് എത്ര സമയമായില്ലേ, എത്രയാ. ഭയങ്കര മോശം, പതുക്കെ പറ്റുള്ളൂ നടന്നു പോകാനേക്കാളും. സത്യം പറഞ്ഞാൽ നടന്നു പോകാൻ തോന്നട്ടെ, വയ്യ. അപ്പോൾ 15 കിലോമീറ്ററിൽ 9 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ. ഇനി ബാക്കി 6 ഉണ്ട്. ഓക്കെ, വാ കമ്മോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. എന്ത് സിറ്റുവേഷൻ അല്ലേ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ആലോചിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു റൈഡ് എന്ന് പറയുന്നത് ലഡാക്ക് പോകാനുള്ള ട്രെയിനിങ് ആണ്, മനസ്സിലായ. ലഡാക്ക് പോകണമെങ്കിൽ ഇതിനപ്പുറം റോഡായിരിക്കും അവിടെയൊക്കെ. അപ്പോൾ ഇതുപോലെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു ട്രെയിനിങ് കിട്ടും. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ സുഖമായിരിക്കും ഓടിക്കാൻ, മനസ്സിലായ. അതാണ് നമ്മൾ പഠിക്കേണ്ടത് മെയിനായിട്ട്. എന്തൊക്കെ പറയാണ്ടിരിക്കണം. എൻ്റെ അമ്മോ, ഇതൊരു വലിയ സ്ഥലമാണ് കേട്ടോ കോതയാർ എന്ന് പറഞ്ഞാൽ. ചെറിയൊരു ലൊക്കേഷൻ അല്ല, ഒരു വലിയ ലൊക്കേഷനാണ്. ഇതിനകത്തൊരു ഡാം എവിടെയോ വെച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇങ്ങോട്ടൊന്നും ഫാമിലി ആരും വന്നുള്ളതിൽ പെട്ടുപോകും. പയ്യന്മാരെ കുഴപ്പമില്ല, പയ്യന്മാർക്ക് ബൈക്ക് റൈഡ് ഇഷ്ടമാണ്, ഓഫ് റോഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരാൻ കുഴപ്പമൊന്നുമില്ല. റസ്റ്റാ അവർ പറഞ്ഞു പോയി. അവർ ഓഫ് റോഡ് ബൈക്കല്ലേ, കുറുക്ക് വേന കഴുത്ത് വേന എല്ലാ വേനും ഉണ്ട്. ചുമ്മാ അങ്ങനെ പറഞ്ഞത് നേരത്തെ വരാൻ, വേറെ ഒന്നുമില്ല. നേരത്തെ ഇറങ്ങിയാലേ അവിടെ നിന്ന് 6 മണിയാവുള്ളൂ വൈകിട്ട്. അപ്പോൾ വണ്ടി ഒതുക്കി വെച്ച് റെസ്റ്റ് എടുക്കാൻ പോയാണ്. കുറച്ച് വണ്ടിക്ക് റെസ്റ്റ്, നമുക്ക് റെസ്റ്റ് അല്ലേ. അപ്പോൾ റോഡ് കിടപ്പുണ്ട്. റോഡ് കണ്ടാ എന്ത് മോശം ഉണ്ടായി. ഇതൊന്നും ഒന്നുമല്ല, വരുമ്പോഴൊക്കെ ഭയങ്കര മോശം റോഡൊക്കെ. അപ്പോൾ ഈ റൂട്ട് കംപ്ലീറ്റ് മലയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെ ഇറങ്ങി അടുത്ത മലയോട് കയറി അല്ലേ നമ്മൾ. വെള്ളം കുടിച്ചിട്ട് പോകാം അല്ലേ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ റൈഡിന് പറ്റിയ വണ്ടി ഹിമാലയാണ് കേട്ടാ. പോകണണ്ടാ അടിപൊളിയായിട്ട് അല്ലേ. ഹിമാലയ സൂപ്പർ വണ്ടിയാണ്, മതിയാ. ഒരു കുപ്പി വെള്ളം എപ്പോഴും കയ്യിൽ വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം അവിടെ ഒന്നും ഇല്ലല്ലോ അല്ലേ, ഒരു പൈപ്പ് പോലും ഇല്ല. ഭയങ്കര ദാഹമായിരിക്കും, നല്ല വെയിലാണ്. വെള്ളം കുടിച്ച് പോയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയി പോകും. അപ്പോൾ ഓക്കെ പോകാന്നാ. വെള്ളം കുടിച്ചായിരുന്നു, നല്ല വെള്ളം ദാഹം, വെയിൽ ഒരു രക്ഷയില്ല. വന്നപ്പോൾ ഒരു ഫ്രഷ് വൈബായിരുന്നു. ഇപ്പോൾ ആ പാടെ തളന്ന് സത്യം പറയാമല്ലോ. ഇപ്പോൾ പോകുമ്പോഴേ ഇങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും ഒന്നും മനസ്സിലാവുള്ള. റൈഡൊക്കെ കൊള്ളാം, ശരി തന്നെ, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എന്തായാലും ഇതൊക്കെ അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ അങ്ങോട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ പോകേണ്ടതൊക്കെ ഉണ്ടെന്ന്. കുഴപ്പമില്ല, അതൊക്കെ ഒരു രസമല്ലേ, വല്ലപ്പോഴേ പോകണം അങ്ങോട്ടൊക്കെ. അവളെ കേട്ടോ വേറെ ലെവലിരിക്കണത്. എൻ്റെ അമ്മ സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ. പടം വരച്ച് വരയ്ക്കണല്ലേ, ഒരു പടം വരച്ച ഫീലാണ് കാണുമ്പോൾ കേട്ടോ. വാള മീനുക്കും വിളക മീനുക്കും കല്യാണോ, കുണ്ടും കുടിയും കട്ടറും എല്ലാം ഉണ്ടല്ലോ, നോക്കി കണ്ടു പോയാൽ നമുക്ക് കൊള്ളാമല്ലോ. ഓ തളന്ന് കേട്ടാ, രക്ഷയില്ല. നല്ല വെള്ളം ദാഹം, നല്ല വെയിൽ, റോഡാണെങ്കിൽ ഭയങ്കര മോശം. ഇതുപോലത്തെ ബൈക്ക് കുഴപ്പമില്ല, ഓഫ് റോഡ് ബൈക്കല്ലേ. നമ്മളെ ബൈക്കൊക്കെ ആകുമ്പോൾ കണ്ടായി പോകും. അതുപോലെ നല്ല അറിയാൻ പറ്റുന്നു ആ കട്ടറിൻ്റെ ഫീലിംഗ് ഒക്കെ. സംഭവം അരുവിയാണ് കേട്ടോ, അവിടെ ചെറിയ അരുവി, അടിപൊളി അടിപൊളി. ആണെങ്കിലേ ഇവിടെ ഇറങ്ങി കുളിക്കണമെങ്കിൽ കുളിക്കാം. ഇവിടെ ചെറിയൊരു കുളിക്കാനുള്ള സ്ഥലമുണ്ട്, ആഴവും കുറവാണ്. ഇതാ ഈ മലയിൽ നിന്ന് ഒഴുകി വരണത്, എന്താ ആ പാറ വഴി ഒഴുകി ഇതാ ഇവിടെ വരണം. ഇവിടെ നിന്ന് ചെറിയൊരു ഓട പോലെ പോകണം.
സത്യം പറയാം, വെള്ളം കണ്ട ആർക്കാലും ശരി, ഏത് പ്രായക്കാർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചായിട്ട് മാറിപ്പോവും. കൊച്ചു പിള്ളേരായിട്ട് മാറിപ്പോവും. അതാണ് വെള്ളത്തിൻ്റെ ഒരു പവർ അല്ലേ. ഇന്നേരം അടിച്ച് പൊടിച്ച് കുളിക്കണം. നോക്കിയോ, വെള്ളം കാണട്ടെ, നല്ല വെള്ളം വരട്ടെ. ഇപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് 4 കിലോമീറ്റർ ദൂരമുണ്ട് കോതയെ ഇറത്താനായിട്ട്. അപ്പോൾ പോവാം, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, SS ഹോട്ടൽ. ഇവിടെ എന്ത് കിട്ടും? അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് കിട്ടും ഇവിടെ ചെറിയ കടയുണ്ട്. തണുത്ത വെള്ളം ഉണ്ടാ? ഫ്രിഡ്ജ് ഉണ്ടാ? ഐസ് വാട്ടർ അല്ലേ? ഐസ് വാട്ടർ അവിടെ ഉണ്ടാ? അവിടെ വാങ്ങിയാ കുടിക്കാൻ വെള്ളം ഉണ്ടോ? കുടിക്കാൻ വെള്ളം ബോട്ടിൽ ഡ്രിങ്ക്സ് ആയിട്ട് അതുകൊണ്ട് ഹാപ്പി ഫിസ് ഇത് തണുപ്പുണ്ടോ? 20 മതിയാ? ഇതിൽ ഗ്യാസ് വേണോ അല്ലേ? കോമഡിയാണ്. പഴയ പോച്ച് അല്ലേ? തണുപ്പിടിച്ചോ? ചൂട് സമയത്ത് ഇതുപോലെ തണുത്തായി കുടിക്കുമ്പോൾ സുഖമുണ്ട്. പരിപാടി തന്നെ അടിപൊളിയും. വെള്ളങ്ങൾ കുടിച്ച് കഴിഞ്ഞുകൊണ്ട് ഹാപ്പി ഫിസ് കുറച്ച് ദാഹം തീർന്നിട്ടുണ്ട്. ഓക്കെ, അയ്യോ ചൂടാണ്. ഡബിൾ ഓംപ്ലേറ്റ്. അപ്പോൾ ചൂട് സഹിക്കാൻ പറ്റില്ല. ബട്ടക്സൊക്കെ വെന്ത് പോയിട്ടാ. ശരി, കുഴപ്പമില്ല, വാ പോവാം. കമ്മോൺ ഗായ്സ്, കട്ടാക്കി നിൽക്കണം, വാ. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും അല്ലേ. ഈ തണുത്ത വെള്ളം കുടിച്ച് കുറച്ച് ആശ്വാസമായി, കുഴപ്പമില്ല. ഇനി അടുത്ത വിശപ്പുണ്ടെങ്കിൽ നോക്കിയാൽ മതി. എന്ത് പറ? ഇവിടെ വഴി മാറിയാ? ഓക്കെ ശരി. ഇതാണ് റൂട്ട് കേട്ടാ. കുറച്ചൊന്നും വഴി മാറിപ്പോയി, കുഴപ്പമില്ല. ഇതൊക്കെ സംഭവിക്കണം, സ്വാഭാവികം അല്ലേ. മാപ്പായ അങ്ങനെ തന്നെ. അപ്പോൾ വിനീഷ് ബ്രോ പറഞ്ഞ് അതുവഴി പോകുന്നത് അതൊരു ചെറിയ ഓഫ് റോഡാണ്. അപ്പോൾ എന്തായാലും ഈ റോഡിനേക്കാൾ ഇത് കൊള്ളാം, വേറെന്ത് പറയാൻ അല്ലേ. ഓക്കെ, ഇപ്പോൾ ചെറിയ ഓഫ് റോഡ് എടുത്ത് ഓക്കെ സൂപ്പർ. ശരിയാണ്, അതിനേക്കാൾ ഇത് കൊള്ളാമല്ലോ. ഈ വഴി നല്ല വഴിയായിരുന്നു. ഇതുപോലെയാണെങ്കിൽ മതിയായിരുന്നു, റോഡ് വേണ്ടായിരുന്നു. അല്ലേ അയ്യേ. അപ്പോൾ ലൊക്കേഷൻ എത്തി, കോതയാറ് അല്ലേ? ഏകദേശം എത്തി തോന്നുന്നു. ഇത് തന്നെ കോതയാറ്. എത്തിയില്ലേ? അടിപൊളി, സൂപ്പർ ലൊക്കേഷൻ അല്ലേ. ചെറിയൊരാറല്ലേ, ആഴമില്ല, സൂപ്പർ അല്ലേ, അടിപൊളി. കണ്ണാടി പോലെ ആറ് കണ്ടാ, മണ്ണുണ്ട, സൂപ്പറായിട്ടല്ലേ. തള്ളേ വേറെ ലെവല്. ഇതൊക്കെ കാണുമ്പോൾ കുളിക്കാൻ തോന്നുന്നില്ലേ? ഇറങ്ങി കുളിക്കാമോ? പ്രത്യേകം പറഞ്ഞ് കുളിക്കാൻ പാടില്ലെന്ന് ആറ്റിൽ. മീനൊക്കെ പറഞ്ഞു, സൂപ്പർ സംഭവം. വെള്ളം തണുപ്പ് കേട്ടാ, അടിപൊളി കേട്ടാ. ഐസ് വാട്ടർ തന്നെ, ഫ്രിഡ്ജിൻ്റെ അകത്ത് കൈയിട്ട് അങ്ങനെ അതുപോലെയൊക്കെയാണ്. അയ്യോ കുളിക്കാൻ കൊതിയാവണേ. കുളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് റൂൾസ്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കുളിക്കാൻ വാ. അടിപൊളി. സൂപ്പർ കേട്ടാ, നല്ല ഐസ് വാട്ടർ. എങ്ങനെ ഇത് ഇത്രയും ചൂട് സമയത്ത് വെള്ളം തണുത്ത്? എങ്ങനെയത്? മലവെള്ളം അല്ലേ? അതല്ലേ പറയണത്, നല്ല ചൂട് സമയത്ത് പറ്റിയ വെള്ളമാണ്, കുളിക്കാൻ പറ്റിയ വെള്ളം. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പർ കേട്ടാ. 5-ന് 5 മാർക്ക് കൊടുക്കാം. അവിടെ അടിപൊളിയാണല്ലോ. അവിടെ നിന്ന് വെള്ളം ഒഴി വരണം കേട്ടാ, ആ പാറക്കെട്ട് വഴി. അടിപൊളി, സൂപ്പർ അല്ലേ. ഇത് കല്ലാറ് കളിക്കണല്ലേ അല്ലേ? ഫുൾ പാറ അയക്കണ്. ഇവിടെ സംഭവം സേഫാണ് കേട്ടോ, വലിയ പ്രശ്നവുമില്ല. മഴയാണെങ്കിൽ പണി കിട്ടും അല്ലേ. പൊളി ഐറ്റം കേട്ടാ, പൊളി ഐറ്റം. സംഭവം സൂപ്പർ കേട്ടാ. ഒരു മിനിറ്റ്, വെള്ളം കുടിച്ചോട്ടെ. സംഭവം വെള്ളം കൊള്ളാം, കുടിക്കാൻ കൊള്ളാം, വലിയ കുഴപ്പമൊന്നുമില്ല. അതേ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വേറെ വിഷയമൊന്നുമില്ല. സംഭവം ഒരു രക്ഷയില്ല, സൂപ്പർ ലൊക്കേഷനാണ്. ഇവിടെ ബൈക്ക് നിർത്തി കുറച്ച് വിശ്രമിക്കാം, കുളിക്കാൻ ഒരു വിഷയമൊന്നുമില്ല, ഡേഞ്ചറൊന്നുമില്ല, സേഫാണ് ഇങ്ങോട്ടൊക്കെ. ലൊക്കേഷൻ സൂപ്പർ കേട്ടാ. സത്യം പറഞ്ഞാൽ ജുറാസി പാർക്ക് ലൊക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ അല്ലേ, വേറെ ലെവൽ, ഒരു രക്ഷ കേട്ടാ. നിങ്ങളൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ, പയ്യന്മാർ മാത്രം, ഫാമിലി വേണ്ട, ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് വരിക. നല്ല ബൈക്ക് ആയിരിക്കണം, ഓഫ് റോഡ് ബൈക്കാണെങ്കിൽ സൂപ്പർ. എന്നെ പോലെ ഈ ബൈക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് പെട്ടുപോകും. അതുപോലത്തെ ബൈക്കാണെങ്കിൽ സൂപ്പർ എൻജോയ് ചെയ്യാം. ഇതുപോലത്തെ റൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, നല്ല കുളിക്കാനുള്ള സ്ഥലമുണ്ട്, നല്ലപോലെ എൻജോയ് ചെയ്യാം. അഡ്വഞ്ചർ റൈഡ് എന്താണെന്നുള്ളത് നല്ലപോലെ ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ എല്ലാം തയ്യാറെടുത്ത് വരിക. കുപ്പിയിൽ വെള്ളം, ചെറിയ സ്നാക്സ് കൊണ്ട് കൊണ്ടുവരിക, ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാം. അത്ര വേറെ ഒന്നും പറയാനില്ല. തളർന്ന് പോയി കുറച്ച് നേരം ഇവിടെ ഇരിക്കണം. നല്ല ആറ്റുമണലുണ്ട്, കുറച്ച് ഇവിടെ ഇരിക്കാം നമുക്ക്, നല്ല സുഖമാണ്. ഫോറസ്റ്റിന്റെ അണ്ടറിലല്ലായിരുന്നെങ്കിൽ നമുക്ക് അത് തന്നെ നല്ലൊരു ടെന്റൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കുളിക്കാൻ പാടില്ല പറഞ്ഞത്. മറ്റേ അങ്ങേര് ചെക്ക് പോസ്റ്റ് അങ്ങേരെ കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ആൾ പറഞ്ഞു, അത് തന്നെ ഇവിടുത്തെ അങ്ങേരെ പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, സേഫ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ പോന്നാ വാ. ഓക്കെ ബ്രോ, സെറ്റ്. കറക്റ്റാ. വണ്ട കയറ്റിക്കോ, ബാക്ക് വരൂല, ബാക്ക് പാടാ.
കയറും കുഴപ്പമില്ല. വലിക്കണോ? കയറി സെറ്റ്. അപ്പോൾ വെയിലാണെങ്കിൽ കൂടിക്കോണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ വരണില്ല, ഭയങ്കര വെള്ളം ദാഹം, നാക്കര വരണ്ടു പോയി. വാ അടിപൊളി റോഡ് കുഴപ്പമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡുണ്ട്, പിന്നെ കുറേ മോശമായ റോഡുണ്ട്. അയ്യേ റോഡ് കണ്ടാ, ഒരാൾ വഴി പറഞ്ഞു ഇങ്ങോട്ട് നേരെ പോയാൽ മതി, ഇവിടെ ഫാൾസ് ഉണ്ടെന്ന്. വഴി കുറച്ച് മോശമാണ്, ഫുൾ ഓഫ് റോഡാണ്. അപ്പോൾ ഇതാണ് ഹെവി ഓഫ് റോഡ്. അപ്പോൾ ഇതിലാണ് നമ്മളെ ചാലഞ്ച് ഉള്ളത്. ബൈസൺ ഒരു കൈ നോക്കിക്കോ, നോക്കാനൊന്നുമില്ല നീ, രണ്ടും കിലോമീറ്റർ ഇറങ്ങിക്കോ. എൻ്റെ അമ്മോ നല്ല വെയിൽ, ഭയങ്കരമായ റോഡ്, നമ്മൾ ഓഫ് റോഡ് വണ്ടിയുമല്ല, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം കൊണ്ട് പെട്ട് പോയിട്ട് സത്യം പറയാമല്ലോ, കോതയാറ് വന്നത് എന്തിനാണെന്ന് തോന്നിപ്പോയി. അതിന് കുഴപ്പമില്ല, ഇതൊരു ചലഞ്ചായിട്ട് എടുക്കാം അല്ലേ. അതേപോലെ പഞ്ചർ മാത്രം ആവല്ലേ, പഞ്ചറായ പണിയാണ്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുവരെ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകേണ്ടി വരും. പറയാമല്ലോ, സത്യം പറഞ്ഞില്ല, പാടി കൊണ്ട് ഒരു ചെറിയ ഒരു അഡ്വഞ്ചർ ഫീലുണ്ട്. സത്യം പറഞ്ഞാൽ സൊമാറ്റോ ജോലികൾ പാടാൻ ട്രാവൽ വ്ളോഗ് ഭയങ്കര പാട് കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം അത്ര റിസ്ക്കാണ് ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സൊമാറ്റോ അങ്ങനെയില്ല, സിറ്റിക്കകത്ത് കുറേ കടകളുണ്ട്, കുറേ ആൾക്കാരുണ്ട്, നമുക്ക് വഴി വെച്ച് പോകാം. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ തന്നെ ഫുൾ റിസ്ക് എടുത്ത് പോകണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ട്രാവൽ വ്ളോഗ് എളുപ്പമുള്ള കാര്യമില്ല, ഭയങ്കര പാടാണ്. ആലുമര ഒട്ടിക്കുന്നു ഇപ്പോൾ പ്രാഥമികമുണ്ടോ ഉച്ചയ്ക്കല്ലോ, മാടനോ മറുതയോ ഓലാണ് കേട്ടോ. അപ്പോൾ എന്ത് വഴി ബ്രോ എത്തി അങ്ങനെയൊക്കെയോ? ഒരു മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, പറ്റായിട്ടില്ല. ഓക്കെ സൂപ്പർ, ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അമ്മോ സത്യം പറഞ്ഞു ഫുൾ കാട് ഇട്ടാ, അങ്ങോട്ട് പോകും. സത്യം പറഞ്ഞ കാടെന്ന് പറഞ്ഞ മുട്ടൻ കാട് അല്ലേ. ഇറങ്ങി ഓട് കത്ര തന്നെ അല്ലേ. ഇന്ന് നമ്മൾ ഫാൾസ് കണ്ടേ പോളല്ലേ. അത് രാത്രി ആയാലും നാളെ ആയാലും മറ്റന്നാളായാലും അല്ലേ. നമ്മളിവിടെ ഫാൾസ് കണ്ടാൽ വീട്ടിൽ പോകില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ആ 5 മണിയാ വീട്ടിൽ പോകാം, എന്നെ കൊണ്ട് പോയി പോ. ഇതിവിടെ ഊട്ടിക്ക് പോകണം. അപ്പോൾ മസിനെ കൂടി പോയി ഊട്ടിക്ക് പോവുകയാണ്. സംഭവം റൈഡ് പൊളിയാണ് കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ ഗൾസ് വേണം. ഓക്കെ ലൊക്കേഷൻ എത്തിക്കോട്ടോ, ഏകദേശം ഇവിടെ തന്നെ പോലോ. ഇനിയും പോകണോ? അയ്യോ സത്യം പറയാലോ, എൻ്റെ ലൈഫിൽ എങ്ങനത്തെ റൈഡ് പോയിട്ടില്ല കേട്ടോ. ആ ലെവൽ എക്സ്പീരിയൻസ് സൂപ്പറായി കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ത്രില്ലിംഗ് ആണ്, റിസ്ക്കുമാണ്, അതേ സമയത്ത് അഡ്വഞ്ചറാണ്. ഫുൾ കാട്. ഇവിടെ ഒരു മനുഷ്യനെ ഒന്നും കാണാൻ പറ്റില്ല ഇങ്ങോട്ടൊന്നും. ഇവിടെ നോക്കിയാൽ കാട്, ഒരു ലൈറ്റ് പോലും കാണില്ല. പകലാണ്ട് കുഴപ്പമില്ല, ആണ് പറഞ്ഞത് 5 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇവിടെ വാട്ടർഫോൾസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ നോക്കിയതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയാലോ, നമ്മൾ പോകുന്ന വഴി കറക്റ്റാണ് ഇല്ലെന്ന് പറഞ്ഞുകൂടാ, ചുമ്മാ അങ്ങനെ പോകണം. ഇപ്പോൾ ഏതെങ്കിലും ബസ് സ്റ്റോപ്പ് കാണുമ്പോൾ ഒരാൾ ചോദിക്കും, അയാൾ പറഞ്ഞുതരും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുന്നത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ലൊക്കേഷനൊക്കെ പൊളി കേട്ടോ, എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്രയ്ക്ക് രസം കേട്ടോ. സൂപ്പറായിരുന്നു. വാ പൊളി തന്നെ. ഇത് എങ്ങോട്ട് പോകണമെന്നൊരു പിടിയില്ല, നമ്മൾ ലോക്കായും തോന്നട്ടോ കാട്ടിനകത്ത്. മിക്കവാറും പെട്ട് പോകുന്നു. ഇന്ന് ഞാനും വിനീഷും മിക്കവാറും മുങ്കിൽ കാടുകളെ. ഓ ഒരു കാറെങ്കിലും കണ്ടല്ലോ. ഇതാണ് വാട്ടർഫാൾസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത്, എൻ്റെ വണ്ടിയും വിനീഷിൻ്റെ വണ്ടിയും. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയാണ്. സംഭവം നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ കറങ്ങി എവിടെയൊക്കെ എത്തി, ലാസ്റ്റ് കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. നേരെ പോയി റൈറ്റ് പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾസ് എന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് പയ്യന്മാർ, നമുക്ക് മുമ്പ് കുറച്ച് പയ്യന്മാർ പോയായിരുന്നു. ആ പയ്യന്മാർ കറക്റ്റായിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറേ കറങ്ങി പെട്ടുപോയി, നമുക്ക് വഴി അറിയണ്ടോ, അല്ലേ മെയിൻ കാര്യം. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇനി ശരിയായിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവിടെ വിനീഷ് ബ്രോ വ്ളോഗ് ചെയ്യാണ്, നമ്മളിവിടെ വ്ളോഗ് ചെയ്യാണ് അല്ലേ. അപ്പോൾ കുളിക്കാം. ഇപ്പോൾ എന്തായാലും കുളിച്ചേ പറ്റി, വേറെ വഴിയില്ല. അത്രയ്ക്ക് ചൂട് കൊണ്ട് അവിഞ്ഞ് കിടക്കുകയാണ്. ഒരു കുളി, ഒരു കുടി എന്ന് പറയുമ്പോൾ വെള്ളമടിയല്ല, വെള്ളം കുടിക്കണം, വെള്ളം തായ്ക്കണം. അപ്പോൾ പോന്നാ കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കാം. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്, കമോൺ ഗായ്സ്, കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഒരു ഓട്ടം ഓടി, ഇങ്ങനെ ഉണ്ട്, സൂപ്പർ അല്ലേ. ഇവിടെ നിന്ന് റൈറ്റ് അല്ലേ. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ല വ്യൂ കിട്ടും നിങ്ങൾക്ക്. ഞാൻ തളർന്നു പോകും. സംഭവം എത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഫാൾസാണ്, എൻ്റെ അയ്യോ ഉണ്ട് അല്ലേ. വെള്ളവും കുറവാണല്ലേ, വലിയ ആഴമൊന്നുമില്ല, ഇങ്ങോട്ടൊന്ന് നടന്നു പോകുന്നുള്ളൂ. ആ ഓക്കെ, കുളിക്കാന്നാ, കുളിച്ചിട്ടാ ഫ്രഷ് ആയിട്ട് വന്നു. എൻ്റെ അമ്മോ. ഓക്കെ, അപ്പോൾ എത്തി കഴിഞ്ഞിട്ടുണ്ട് ഫാൾസിൽ. കുളിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ മുകളിൽ നോക്കാൻ പോയി വാ. ചെറിയ വഴിയുണ്ട്, വഴിയില്ല, അങ്ങനെ കയറി പോയി പോവാം. എൻ്റെ അമ്മോ റിസ്ക്കാണ്, പെട്ടുപോയാ ഇരുന്നോളയിൽ. ഇതൊക്കെ റിസ്ക്കുള്ള ഫാക്ടറാണ്, ചെയ്യാൻ പാടില്ല.
ഡോണ്ട് ട്രൈ അറ്റ് ഹോം അല്ലേ? അപ്പോൾ ഇത്രയുള്ള സംഭവം അല്ലേ? സംഭവം ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ഒഴുകി അത്ര തന്നെ അവിടെ പോയി വീഴണേനെ. ഇതാണ് സംഭവം. ഈ അതാണ് വാട്ടർഫാൾ. വെള്ളം കുഴപ്പമില്ല. വെള്ളം ഐസ് സൂപ്പർ. അപ്പോൾ ഇറങ്ങാം, കുളിക്കാം. ജില്ലയല്ലേ ജുംപച്ചക്കട്ടി ജില്ലയല്ലേ. ആളി പോളേ. അപ്പോ എന്താ സുഖം, നല്ല തണുപ്പ് കേട്ടോ, രക്ഷയില്ല. അടിപൊളി സൂപ്പർ ഫീല്. ഇത്ര നേരം കഷ്ടപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങിയതിന് ഒരു സുഖമായ ഒരു ബെഡ്, വാട്ടർ ബെഡ് അല്ലേ, കൂളിംഗ് വാട്ടർ ബെഡ്. ആഹാ, സ്വർഗം അല്ലേ, സ്വർഗം നടുവില്. സൂപ്പർ കേട്ടോ, രക്ഷയില്ല. തണുപ്പിൻ്റെ സുഖം അറിയണമെങ്കിൽ ചൂട് കൊള്ളാം, ചൂടിൻ്റെ സുഖം അറിയണമെങ്കിൽ തണുപ്പ് കൊള്ളാം. ജില്ലയല്ലേ ചുമത്തല്ലക്കട്ട് ജില്ലയല്ലേ. ഓടൻ കുതിര, ചാടൻ കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര. അന്നക്കിളി നീ എന്തിന് മന്നക്കളിനും, അന്നക്കിളി നീ എന്തിന് മന്നക്കളി ഏറി വന്നു. കാണ്ട കൂടി പോട്ടോ. ചില്ലില്ല സൂപ്പർ സൂപ്പർ, വേറെ ലെവൽ, അടിപൊളി. അപ്പോൾ ടാറ്റ ബാബ സി കോതയാർ വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ പോവുകയാണ് വീട്ടിലോട്ട്. അപ്പോൾ വേറെ പറയാനൊന്നുമില്ല. വെരി ഹാപ്പി, താങ്ക് യു. അപ്പോൾ ബൈക്ക് എടുത്ത് സ്റ്റാർട്ട് കഴിഞ്ഞ് വേറെ വിഷയമൊന്നുമില്ല, ഞാൻ വീട്ടിൽ പോവാം. ഓക്കെ, കമോൺ ബാബാ. അങ്ങനെ എല്ലാം കഴിഞ്ഞ്, കുളി കഴിഞ്ഞ്, നന കഴിഞ്ഞ് അല്ലേ, കളി കഴിഞ്ഞ്. അപ്പോൾ ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ. എന്തായാലും വന്നതിന് പുറത്താണ്. അപ്പോൾ കോതയാർ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല, ഇനി സ്മൂത്തായിട്ട് പോവാം. സത്യം പറയില്ല, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അതായത് ബൈക്ക് റൈഡിനെ പറ്റി കുറേ ഇനിയും പഠിക്കാനുണ്ട്, മനസ്സിലായോ? ഒരു ബൈക്ക് റൈഡ് എങ്ങനെ ചെയ്യണം, ഒരു ഓഫ് റോഡിൽ എങ്ങനെ ഓട്ടിക്കണം എന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റൈഡ് പോകുമ്പോഴാണ് കൂടുതൽ എക്സ്പീരിയൻസ് ആവുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ലോങ് റൈഡൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും, മനസ്സിലായോ? ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് 3:50 ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കണം. വിശപ്പുണ്ട്, എനിക്ക് വിശക്കണം, പുള്ളിക്ക് വിശക്കാണ്, വിനീഷിനും. അപ്പോൾ നേരെ പോയി നല്ലപോലെ ആഹാരം കഴിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം, അതാണ് പ്ലാന്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ കാപ്പി കുടിച്ചില്ലേ, ആ ഹോട്ടലെത്തി. ഓക്കെ, ഹോട്ടലെത്തി അറിയുമ്പോൾ ഇലയെ കുളിപ്പിച്ച് കഴിച്ചോ, ഇല കയറിയാണ്. ശരി, കുഴപ്പമില്ല. പോയി. അപ്പോൾ ബിരിയാണി വന്നിട്ടുണ്ട്, ചിക്കൻ ബിരിയാണി, അച്ചാറുണ്ട്, സലാഡുണ്ട്. ഈ മുട്ട ഉരുണ്ടങ്ങ് പോയി ഞാൻ ക്യാച്ച് ചെയ്ത്. പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് ബോൾ ക്യാച്ച് ചെയ്ത് പിടിച്ച് ശീലമുള്ളതുകൊണ്ട് ഈ മുട്ട ക്യാച്ച് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല, കഴിക്കാം. അപ്പോൾ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. മണി കറക്റ്റ് 4 മണിയല്ലേ? 5 മണിയാവും. 5 മണിയാവറായ? ആ ചോടില്ലേ, 5 മണി അടുപ്പിച്ച് ആവറായി. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കാം. ബിരിയാണി, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. അത് നല്ല വിരവ് കൊണ്ടു, വിരവുക, ഓരോണ്ട ചോറ് ഇങ്ങനെ എടുക്കുക. ചിക്കൻ ലെഗ് പീസ്. കാണാം ഒരു ദിവസം എല്ലാം ഫ്രീ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ കടൽ കാണിച്ചുണ്ടല്ലോ പോലെ. അപ്പോൾ ഫുഡ് അടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പോകണ പോവാം. ഓക്കെ, പതുക്കെ വണ്ടി എടുക്കട്ടെ ഒന്ന്.
മണി ഇപ്പോൾ കറക്റ്റ് 5:30 മണി ആവാറായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2 ചിക്കൻ ബിരിയാണി, ഒരു മട്ടൺ ഡ്യൂ എല്ലാം ചേർത്ത് മൊത്തം 320 ആയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല, നല്ല ആഹാരം, നല്ല ക്വാളിറ്റി ഉണ്ട്, വേറെ വിഷയമൊന്നുമില്ല. ഇപ്പോൾ കഴിച്ചത് കുറച്ച് ലേറ്റായപ്പോൾ കുഴപ്പമില്ല, കാരണം ചില റൈഡൊക്കെ അങ്ങനെ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈമൊക്കെ മാറിപ്പോവും. അതൊന്നും പറഞ്ഞ് കാര്യമില്ല. എന്തായാലും എല്ലാം ഐശ്വര്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ഗ്യാസിന് നെട്ടല്ലേ, നെട്ട വ്യൂ പോയിന്റ് നിൽക്കുകയാണ് ഇപ്പം. കണ്ടല്ലോ, ഇടയിലെ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവുകയാണ്, വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ കുറേ കാണിച്ചുകൊണ്ട് റൈഡൊക്കെ കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട്. സത്യം പറയല്ലോ, കുറേ കഷ്ടപ്പെട്ടു നല്ല രീതിയിൽ കഷ്ടപ്പെട്ട്. വണ്ടി നല്ല പോലെ കണ്ടായിട്ട് ഓടിയിട്ടുണ്ട്. നീ വീട്ടിൽ പോകുമ്പോൾ പറയാം വണ്ടി നല്ല പോലെ ഓഫ് റോഡ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. സൂപ്പർ ഓഫ് റോഡാണ്. മാത്രമല്ല അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. അതാണ് നിങ്ങൾ ഈ കഷ്ടങ്ങൾ നോക്കാൻ പാടില്ല. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും അവിടെ എത്തി, ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തി ഒന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്കല്ല ഒന്നുമല്ല. പിന്നെ അല്ല പറഞ്ഞു, യാതൊരു കാര്യം ആദ്യം കുറച്ച് കഷ്ടപ്പാടായി, ഒന്ന് പഴകിയല്ല ശരിയാവും, അത്ര തന്നെ. അപ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ട് പോകണം, കുറച്ച് ബുദ്ധിമുട്ടാണ്. കറക്റ്റ് കോതയാറല്ലേ, കോതയാർ ഫോറസ്റ്റ് ആണല്ലേ, റിവറും ഫോറസ്റ്റ് ചേർന്നല്ലേ. പേച്ചിപ്പാറ ഡാം കഴിഞ്ഞ് കോതയാർ വരും. അപ്പോൾ കോതയാർ റിവർ മാത്രമല്ല, ഒരു ഉഗ്ര ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റ് അഡ്വഞ്ചർ റൈഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നല്ലപോലെ വണ്ടി ഓടിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, അത്ര വേറെ പറയാം. 100 മീറ്റർ നല്ല റോഡ്, 500 മീറ്റർ മോശം റോഡ്, അങ്ങനെയാണ് അവസ്ഥ. ആ 100 മീറ്റർ റോഡ് ഇടയ്ക്ക് വല്ലപ്പോഴും വരുള്ളൂ. പത്രം വേറെ ഒന്നും പറയാമല്ലോ, കുറേ പറഞ്ഞല്ലോ, ഇനി എന്ത് പറഞ്ഞാൽ റിപ്പീറ്റ് ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ എൻ്റെ ഞാൻ പോവുകയാണ്. ലാസ്റ്റ് ഡയലോഗാണ് പറയാൻ പോകുന്നത്. ഡയലോഗ് അറിയാമല്ലോ എന്താണെന്നുള്ളത്, നിങ്ങൾക്കറിയാം, പുള്ളിക്കറിയാലോ. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം ഗായ്സ്. കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. സൂപ്പർ ഉണ്ടാ, പുള്ളിക്കെല്ലാം അറിയാം. വാ